നേരത്തെ കഴിഞ്ഞ തവണ ചർച്ചയ്ക്ക് വന്ന അമേരിക്കയുടെ പ്രതിനിധി സംഘത്തിന് തീരുമാനമെടുക്കാനുള്ള അവകാശമില്ലായിരുന്നു. ആ അവകാശം അവർക്ക് നൽകണം. കാരണം ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളിൽ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് കാര്യങ്ങൾക്കൊരു ധാരണ എത്തണം എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. മറ്റൊന്ന്, ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഉപരോധം അത് പിൻവലിക്കണം. ഇതാണ് ഇറാൻ്റെ ആവശ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ നമുക്കറിയാം 15 നിർദ്ദേശങ്ങൾ അമേരിക്ക നേരത്തെ മുന്നോട്ട് വെക്കുന്നു. അതിന് പകരമായി 10 നിർദ്ദേശങ്ങൾ അങ്ങോട്ട് വെക്കുന്നു. അത് ധാരണയിലെത്താതെ ഒന്നാം ഘട്ട ചർച്ച പിരിയുന്നു. ഇപ്പോൾ അമേരിക്ക ഇങ്ങോട്ട് 3 നിർദ്ദേശം വെക്കുകയാണ്. അതായത് ഒന്ന്, സൗജന്യമായി എണ്ണ നൽകണം എന്ന് ട്രംപ് പറയുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും അമേരിക്ക കൈമാറണം എന്ന് പറയുന്നു. ഹോർമുസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം തങ്ങൾക്ക് നൽകണമെന്ന് പറയുന്നു. ഇത് മൂന്നും ഇറാൻ സമ്മതിക്കാൻ തരമില്ല. തിരിച്ച് അങ്ങോട്ട് പറയുന്ന 2 കാര്യങ്ങളിൽ വേണമെങ്കിൽ ഒരെണ്ണം സമ്മതിക്കാം, മറ്റൊന്ന് വളരെ പ്രധാനമാണ്, ഉപരോധം അവസാനിപ്പിക്കുക. പക്ഷേ എന്തെങ്കിലും ഉറപ്പുകളില്ലാതെ അമേരിക്ക ഇതിനും സമ്മതിക്കാൻ സാധ്യതയില്ല. അപ്പോൾ വീണ്ടും പ്രതിസന്ധികൾ പാകിസ്ഥാന് മുന്നിൽ കൂടുകയാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒരു മധ്യസ്ഥന്റെ റോൾ വഹിക്കുന്നത് അത് നമുക്കറിയാം. അവർ പലതവണ അത്തരമൊരു മുഖം മൂടി എടുത്തണിഞ്ഞിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉൾപ്പെടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചതാണ് പാകിസ്ഥാനിലുള്ള ഭീകര കേന്ദ്രങ്ങൾ, അതുപോലെ എങ്ങനെയാണ് അവർ ലോകത്തിലേക്ക് ഒരു ഭീകര കയറ്റുമതിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നത് എന്നെല്ലാം ഇന്ത്യ തുറന്നു കാണിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീകരതയ്ക്ക് വളം നൽകുന്ന രാജ്യം എന്നുള്ള അവരുടെ ഇമേജിൽ നിന്ന് മാറി സമാധാനത്തിന്റെ ദൂതന്മാർ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയിലൊക്കെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ ഇറാനിലെത്തിയത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ നിലവിൽ ചർച്ചയിൽ അടുത്ത ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് 2 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ നിയന്ത്രണം പൂർണ്ണമായി ഒഴിവാക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന US പ്രതിനിധികൾ അവർക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ കഴിഞ്ഞ തവണ തന്നെ JD വാൻസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ്. അതായത് അവർ നിരന്തരം ട്രംപുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷമായിരുന്നു ഇവിടെ അവർ തുടർ ചർച്ചകൾ നടത്തിയിരുന്നത്, തുടർ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. പക്ഷെ അങ്ങനെ നടക്കില്ല. പൂർണ്ണമായിട്ടും ഇവർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുകളെ തന്നെ ചർച്ചയ്ക്ക് അയക്കണം എന്നതാണ് ഇറാന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫും അതുപോലെ തന്നെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ, പിന്നെ വിദേശകാര്യമന്ത്രി, ഇവരൊക്കെയാണ്. ഇവർക്കൊക്കെ സ്വയം തീരുമാനമെടുക്കാൻ പിന്നെയും സാധിക്കും. പക്ഷേ US-ന്റെ പ്രതിനിധികൾക്ക് ഇത്തരം ഒരു കാര്യം സാധിക്കില്ല. അപ്പോൾ അത് തന്നെയാണ് ഇറാൻ ഒരു ന്യൂനതയായിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇറാൻ പുതിയ ഉപാധികളായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. പക്ഷേ US-ന്റെ ഉപാധികൾ എന്ന് പറയുന്നത് ഈ ആണവോർജം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇത് രണ്ടും പരസ്പരമായിട്ടൊരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്ന വിഷയങ്ങളാണ്. ഇറാൻ ഒരിക്കലും സമ്മതിക്കാത്ത വിഷയമാണ് ഒന്ന് ഹോർമുസിന്റെ കാര്യം. ഹോർമുസിൽ അമേരിക്കൻ നിയന്ത്രണം എന്ന് പറയുന്നത് അത് ഇറാനെ സംബന്ധിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് അത് ഇറാൻ സമ്മതിക്കാൻ സാധ്യതയില്ല. IRGCയുടെ ഒരു നേരിട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ പോലും ഒരു അദൃശ്യകരങ്ങൾ ഈ ഹോർമുസ് കടലിടുക്കിൽ വേണം എന്നത് ഇറാൻ ആഗ്രഹിക്കും. കാരണം അത് തന്നെയാണ് അവരുടെ സുരക്ഷയുടെ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ ആണവോർജ്ജം സംബന്ധിച്ചുള്ള കാര്യം, അത് കഴിഞ്ഞ തവണ തന്നെ ഇറാൻ നയം വ്യക്തമാക്കിയതാണ്. 5 വർഷത്തേക്ക് വേണമെങ്കിൽ ആണവായുധം ഉണ്ടാക്കാതിരിക്കാം. പക്ഷെ അതിനുശേഷം ഇറാന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം എന്നതാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന ആണവോർജ്ജം സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഇത്തരം ഈ ട്രംപിന്റെ പുതിയ അവകാശവാദത്തിന് എത്ര സമയത്തെ ആയുസ്സുണ്ട് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അതിന് ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് ഇറാന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ആയുസ്സിനെ സംബന്ധിച്ചൊരു വ്യക്തത കിട്ടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.